നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അതീവ സുരക്ഷാ സന്നാഹമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാറിന്റെ പിൻസീറ്റിൽ നിന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഡോർ തുറന്നു കൊടുക്കുമ്പോൾ ഇറങ്ങുന്ന ഒരു വനിതയുണ്ട്. ഈ വനിത ആരാണ് എന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ പ്രധാന ചോദ്യം. അതും പ്രധാനമന്ത്രി മുൻസീറ്റിൽ ഇരിക്കുമ്പോൾ തന്നെ. ഇതാണ് നിധി തിവാരി, പ്രധാനമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തയായ പ്രൈവറ്റ് സെക്രട്ടറി. അദ്ദേഹത്തിൻ്റെ ഓരോ ചലനവും അറിയുന്ന നിർണായക വ്യക്തികളിൽ ഒരാൾ. ഉത്തർപ്രദേശിൽ പ്രധാനമന്ത്രിയുടെ ലോകസഭാ മണ്ഡലമായ വാരണാസിക്കടുത്തുള്ള മഹമൂർഗാഞ്ചാണ് നിധി തിവാരിയുടെ ഭർത്താവ് ഡോക്ടർ സുശീൽ ജയ്സ്വാളിന്റെ നാട്. 2014 നരേന്ദ്രമോദി ആദ്യമായി വാരണാസിയിൽ നിന്ന് ജനവിധി തേടുമ്പോഴാണ് നിധി അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. ലക്നൗ സ്വദേശിയായ നിധിക്ക് എഴുതിയ പരീക്ഷകളിലെല്ലാം സ്വർണ്ണ മെഡൽ തിളക്കമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതും ഒരു വിജയിച്ച ചരിത്രമുണ്ട്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ MSc ബയോ കെമിസ്ട്രിക്ക് പഠിക്കുമ്പോഴാണ് അവർ സുശീലിനെ പരിചയപ്പെട്ടതും പ്രണയത്തിലാവുന്നതും പിന്നീട് വിവാഹം കഴിക്കുന്നതും. അതിനുശേഷം 2007 ഭാഭ അറ്റോമിക് റിസർച്ച് സെന്ററിൽ ശാസ്ത്രജ്ഞയായി മഹാരാഷ്ട്രയിൽ ജോലിയിൽ പ്രവേശിച്ചു. അവിടുത്തെ പരിശീലന കാലാവധി പൂർത്തിയാക്കി സ്വർണ്ണ മെഡലോടുകൂടി ഇറങ്ങുമ്പോൾ 2008 മകൻ ജനിക്കുകയുണ്ടായി. പക്ഷേ ജനസേവനമെന്ന ആഗ്രഹം അപ്പോഴും നിധിയുടെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ 2008 ഉത്തർപ്രദേശ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷ എഴുതി കൊമേഴ്ഷ്യൽ ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണർ ആയി. വാരണാസിയിലായിരുന്നു നിയമനം. 2013 സിവിൽ സർവീസ് എന്ന മോഹവുമായി പഠനം ആരംഭിക്കുന്നത്. അതിനായി ഡൽഹിയിലെത്തി. ആദ്യ ശ്രമത്തിൽ തന്നെ സിവിൽ സർവീസ് നേടുകയും ചെയ്തു. മുസൂറിലെ പരിശീലന കാലത്ത് ആ ബാച്ചിലെ ടോപ്പർ ആയിരുന്നു നിധി. സ്വർണ്ണ മെഡലോടുകൂടിയാണ് സിവിൽ സർവീസ് പരിശീലനം പൂർത്തിയാക്കിയത്. 2014 ബാച്ച് IFS ഉദ്യോഗസ്ഥയായ നിധി വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മികച്ച പദവിയിലെത്തുകയായിരുന്നു. വിദേശകാര്യ മന്ത്രാലയത്തിൽ അണ്ടർ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന നിധി 2022 പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ അണ്ടർ സെക്രട്ടറിയായി എത്തിയത്. അവർക്ക് 2023 ജനുവരിയിൽ ഡെപ്യൂട്ടി സെക്രട്ടറിയായി സ്ഥാനക്കയറ്റവും ലഭിച്ചു. അടുത്തിടെയാണ് പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി ക്യാബിനറ്റ് അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി ഇവരെ നിയമിച്ചത്. ഈ പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഉദ്യോഗസ്ഥയിൽ ഒരാളാണ് നിധി. പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ വിദേശകാര്യ സുരക്ഷാ വിഭാഗത്തിൽ പ്രവർത്തിച്ചിരുന്ന ഇവർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനാണ് നേരിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നത്. പ്രധാനമന്ത്രിയുടെ ഭരണപരവും നയതന്ത്രപരവുമായ പ്രവർത്തനങ്ങളിലും സുരക്ഷാ കാര്യങ്ങളിലും നിധി തിവാരി ഇപ്പോൾ നിർണായക പങ്കുവഹിക്കുന്നുണ്ട്. വനിതകൾക്ക് കൂടുതൽ അധികാരം കൈമാറാൻ ഉദ്ദേശിച്ച് അവതരിപ്പിച്ച വനിതാ സംവരണ ബില്ല് സമൂഹ മാധ്യമങ്ങളിലും പ്രധാന ഇടങ്ങളിലും ചർച്ച ചെയ്യുന്നിടത്ത് തന്നെയാണ്. ആ ഘട്ടത്തിൽ തന്നെയാണ് നിധി തിവാരിയുടെ ചിത്രങ്ങളും വാർത്തകളും സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇനി വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ കൂടി പരിശോധിക്കാം. വനിതാ സംവരണ ബില്ല് പരാജയപ്പെട്ടതിൽ വേദനയോടുകൂടി മോദിയും അമിത്ഷായും. സ്ത്രീവിരുദ്ധ മുന്നണിയായ പ്രതിപക്ഷ പാർട്ടികളെ ജനങ്ങൾക്ക് മുൻപിൽ തുറന്നു കാണിക്കുക എന്ന നിലപാടിലാണ് മോദി സർക്കാർ. ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും നിർബന്ധമായി 33% സംവരണം സ്ത്രീകൾക്ക് നൽകുക എന്നതായിരുന്നു ഈ വനിതാ സംവരണ ബില്ലിന്റെ ലക്ഷ്യം. അതാണ് പ്രതിപക്ഷം തകർത്തത്. പ്രതിപക്ഷത്തിന്റെ ഈ ചതി ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടാൻ തെരുവുകൾ തോറും ജനങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കുക എന്ന നിലപാടിലാണ് NDA. കഴിഞ്ഞ 12 വർഷത്തിനിടെ മോദി സർക്കാർ അവതരിപ്പിച്ച ഒരു ബില്ല് ലോകസഭയിൽ വോട്ടെടുപ്പിൽ പരാജയപ്പെടുന്നത് ഇതാദ്യമായാണ്. പ്രതിപക്ഷ പാർട്ടികൾ അതിശക്തമായ പ്രതിഷേധം ഉയർത്തിയപ്പോൾ തന്നെ ബില്ല് പരാജയപ്പെടുമെന്ന സൂചന കേന്ദ്രത്തിന് നേരത്തെ ലഭിച്ചിരുന്നു. എന്നാൽ ബില്ല് പിൻവലിക്കേണ്ടതില്ലെന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടത്. ബില്ല് പരാജയപ്പെട്ട സ്ഥിതിക്ക് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷത്തിനെതിരെ വൻ പ്രചാരണം നടത്താനാണ് BJP ക്യാബിനറ്റിന്റെ തീരുമാനം. അരനൂറ്റാണ്ട് ഇന്ത്യ ഭരിച്ചിട്ടും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും കൈമാറാൻ കൂട്ടാക്കാതിരിക്കുന്ന കോൺഗ്രസ് ഇപ്പോൾ മോദി സർക്കാർ സ്ത്രീകൾക്ക് കൂടുതൽ അധികാരം കൈമാറാൻ ഉദ്ദേശിച്ച് അവതരിപ്പിച്ച വനിതാ സംവരണ ബില്ലിനെ ലോക്സഭയിലെ വോട്ടെടുപ്പിൽ തോൽപ്പിച്ചു. 298 MPമാർ ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്തപ്പോൾ 230 പേർ അതിന് എതിരായി വോട്ട് ചെയ്തു. 3/2 ഭൂരിപക്ഷം കിട്ടിയാലേ ബില്ല് പാസ്സാകൂ. അത് ലഭിക്കാത്തതിനാൽ വനിതാ സംവരണ ബില്ല് പരാജയപ്പെടുകയായിരുന്നു. ബില്ല് വോട്ടിനിട്ട് തള്ളുന്നത് വൻ പ്രചാരണം ആയുധമാക്കി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാമെന്ന ആലോചനയിലാണ് മോദി സർക്കാർ.
തെരഞ്ഞെടുപ്പുകളിൽ 33% വനിതാ സംവരണം വേണമെന്ന നിയമമുണ്ടെങ്കിലും അത് പാലിക്കാത്ത പ്രതിപക്ഷ നേതാക്കൾ തന്നെയാണ് ഇപ്പോൾ സ്ത്രീകൾക്ക് കൂടുതൽ സംവരണം നൽകുന്ന ഈ ബില്ലും പരാജയപ്പെടുത്തിയത്. ഭരണഘടനാ ഭേദഗതികൾക്ക് കെൽപ്പില്ല എന്നും ലോക്സഭയിലെ വോട്ടെടുപ്പിലൂടെ പരസ്യപ്പെടുത്താൻ എന്തുകൊണ്ട് മോദി സർക്കാർ ഉത്സാഹിച്ചുവെന്നുമാണ് ഉത്തരം കിട്ടേണ്ട ചോദ്യം. ദൗർബല്യം മറച്ചുവെക്കുന്നത് ലളിതമായ രാഷ്ട്രീയ ബോധമാണ്. അത് BJPക്ക് വേണ്ടത്ര ഉള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല തങ്ങളെന്ന മട്ടിൽ BJP പെരുമാറുന്നെങ്കിൽ അതിന് തക്കതായ കാരണങ്ങളുണ്ടാവും. അതാണ് വ്യക്തമാകേണ്ടത്. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ രക്തസാക്ഷിത്വം വരിക്കുന്നതിന് അതിൻ്റെതായ മെച്ചമുണ്ടെന്നാണ് BJPയിലെ ചില MPമാർ ഇന്നലെ പറഞ്ഞത്. അത് എന്തെന്ന് പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും മാത്രമാണ് അറിയാവുന്നതെന്നും അവർ സമ്മതിക്കുന്നു എന്നും പറയുന്നു. അപ്പോൾ മറ്റെന്തോ വരാനുണ്ടെന്ന് അനുമാനിക്കാം. ബംഗാളിലെയും തമിഴ്നാട്ടിലെയും തെരഞ്ഞെടുപ്പിന് മുൻപ് പാർലമെന്റ് ചേർന്ന ബില്ല് പരിഗണിക്കണമെന്നതിനാൽ വാശിയുണ്ട് എന്ന പോലെയാണ് സർക്കാർ പെരുമാറിയത്. എന്നാൽ നിലവിലെ സ്ഥിതിയിൽ വനിതാ സംവരണ വിഷയം ബംഗാളിൽ വിലപോകില്ല. തൃണമൂൽ സംവരണ ശതമാനത്തെക്കാൾ ഏറെ സീറ്റ് വനിതകൾക്ക് നൽകുന്നുണ്ട്. മണ്ഡല പുനർനിർണയം തെക്ക് വടക്ക് പ്രശ്നമായി നിലനിർത്തുന്ന പാർട്ടിയാണ് DMK. അപ്പോൾ അവിടെയും ബില്ല് BJP ഉൾപ്പെടുന്ന മുന്നണിക്ക് സഹായകമല്ല. മണ്ഡല പുനർനിർണയമാണ് യഥാർത്ഥ തർക്ക വിഷയം. എന്നാൽ അതല്ല വനിതാ സംവരണം വേഗത്തിൽ നടപ്പാക്കാൻ മോദി ഉത്സാഹിക്കുന്നുവെന്നുള്ള ആഖ്യാനം സൃഷ്ടിക്കാനാണ് BJP ശ്രമിക്കുന്നത്. US-മായി വ്യാപാര കരാറിനുള്ള ധാരണയ്ക്ക് പിന്നാലെയുണ്ടായ പ്രശ്നങ്ങൾ, പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിയുടെ ദോഷകരമായ സ്വാധീനം, സമാധാന ശ്രമങ്ങളിലൂടെ മറ്റുള്ളവർ സജീവമാകുന്നതിന്റെ പ്രശ്നം തുടങ്ങി സർക്കാർ വിഷമസന്ധിയിലൂടെ കടന്നു പോകുകയാണ്. രാഹുൽ ഗാന്ധി മറ്റു പല ആരോപണങ്ങളും ഉന്നയിക്കുന്നുമുണ്ട്. അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാൻ പ്രതിപക്ഷത്തിനെതിരെയുള്ള പ്രചാരണത്തിനും സഹായിക്കുന്നതാണ് ഇപ്പോഴത്തെ നീക്കമെന്നും വ്യാഖ്യാനിക്കുന്നവരുണ്ട്. പക്ഷേ അതിന് മോദിയും അമിത്ഷായും നയിക്കുന്ന സർക്കാരും BJPയും ഇങ്ങനെയൊരു പരാജയം ഏറ്റുവാങ്ങില്ല എന്ന് ഇതുവരെയുള്ള രീതികളിൽ നിന്നും വ്യക്തമാണ്. തർക്കമുള്ള ബില്ലുകളിൽ പരമാവധി അഭിപ്രായ ഐക്യത്തിന് ശ്രമിക്കുക എന്നത് ഏത് സർക്കാരിന്റെയും രീതിയാണ്. വനിതാ സംവരണ നിയമം പാസാക്കാൻ 1996 മുതലുണ്ടായ ശ്രമങ്ങൾ തന്നെ ഉദാഹരണം. വനിതാ സംവരണ ബില്ല് പ്രതിപക്ഷ പിന്തുണയോടെ 3 വർഷം മുൻപ് പാസാക്കിയവർ സംവരണത്തെയും മണ്ഡല പുനർനിർണയത്തെയും കൂട്ടിക്കെട്ടിയുള്ള ഭരണഘടനാ ഭേദഗതിക്ക് പ്രതിപക്ഷത്തിന്റെ പിന്തുണയ്ക്ക് ശ്രമിച്ചതേയില്ല. പ്രതിപക്ഷത്തെ ഏതാനും കക്ഷികളുമായി നാമമാത്രമായ ചർച്ചയാണ് സർക്കാർ നടത്തിയത്. അതിൽ തന്നെ പല വിശദാംശങ്ങളും നൽകാൻ തയ്യാറായതുമില്ല. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇതെല്ലാം കൂടി ചർച്ചയിൽ എടുക്കുകയാണ്. What?